പക്കമേളത്തിന് എല്ലാരും ആയോ? ആ അച്ഛ, എല്ലാരും ഏർപ്പാട് ചെയ്തു. പിന്നണി ഗായകനോ? വിളിച്ചിട്ടുണ്ട്, ദേവകുളങ്ങര ശിവദാസ്. അതെന്തിനാ? ഒന്നാന്തരം പാട്ടുകാരൻ ഇവിടെ ഇല്ലേ? പ്രതാപൻ പാടുമായിരുന്നല്ലോ. അയ്യോ, ഞാനങ്ങനെ പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല സാർ. ആണെന്ന് ആര് പറഞ്ഞു? നീ ഒന്നാന്തരമായിട്ട് പാടുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രതാപന്റെ പാട്ട് കേട്ടവർക്ക് അതിന്റെ സുഖം അറിയൂ. എന്തായാലും നമ്മളിപ്പോ ശിവദാസിനെ വിളിച്ചു പോയില്ലേ? എങ്കി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഈ കമ്മിറ്റിക്ക് ഒരു ബ്രേക്ക് കൊടുത്താലോ? നല്ല കാര്യം, എ ഷോർട്ട് ബ്രേക്ക്. പ്രതാപേട്ടൻ എന്നോട് ദേഷ്യമാണോ? ദേഷ്യോ? എനിക്ക് പത്നിയോട് ദേഷ്യമായിരുന്നെങ്കിൽ ഞാൻ പത്നിയെ നോക്കി ചിരിക്കുമായിരുന്നു. ഞാൻ പ്രതാപേട്ടനെ പലപ്പോഴും വാക്കുകളുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്തായത് പത്മേ? അതൊക്കെ പോട്ടെ, ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാലും അതൊക്കെ വിട്ടുകളെ, ഇനി ആ കാര്യം പറയേ വേണ്ട. എനിക്ക് വേറെ കുറച്ച് ജോലി തിരക്കുണ്ട്. പ്രതാപേട്ട നിക്ക്, ഞാനൊരു കാര്യം ചോദിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പ്രതാപേട്ടൻ പാടോ? അപ്പോ പത്മ അതൊക്കെ മറന്നുപോയോ? വളരെ ചെറുപ്പത്തിൽ എന്റെ പാട്ടിന്റെ താളത്തിലാ ഈ തമ്പുരാട്ടി നൃത്തച്ചുവടുകൾ വെച്ച് പഠിച്ചത്. അയ്യോ, അതൊക്കെ ഞാൻ മറന്നുപോയി പ്രതാപേട്ട. കുട്ടിക്കാലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് ചില നല്ല ഓർമ്മകൾ. എനിക്ക് പ്രതാപേട്ടന്റെ പാട്ടൊന്ന് കേൾക്കണം. അയ്യോ, എന്തായാലും ഇന്ന് പറ്റില്ല. പിന്നെന്ന് പറ്റും? പാട്ടുപാടാൻ ഒരു മൂടൊക്കെ വേണ്ടേ? അടുത്ത ദിവസം ആവട്ടെ. പ്രതാപന് പോകാറായില്ലേ? പോവാ. നിനക്ക് ആഹാരമൊന്നും കഴിക്കണ്ടേ? കഴിക്കണം. എന്നാ വാ.